മറ്റേ ഗ്രിപ്പർ എടുക്കണോ? ഹലോ മച്ചന്മാരെ, കുറ്റത്ത് വിഷയങ്ങളിൽ പുതിയൊരിലേക്ക് എല്ലാവർക്കും മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ മറ്റുള്ള ഒരു ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ വെച്ചാൽ ഇന്ന് എവിടെയാണെങ്കിൽ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മളിന്ന് മുക്കത്താണ് നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ മാഷനോട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ കുപ്പിച്ചുകൊണ്ട് ബൈക്കാസ്റ്റൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് മീൻ കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇങ്ങോട്ടറിയാം. ഇപ്പോൾ ചമ്മര നമ്മൾ 1ഉം 2ഉം അല്ല, നമ്മൾ 6 ഏറിയുകൊണ്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് അങ്ങ് അറ്റം വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കഴിച്ചുകൊണ്ട് വിടാം. വീട്ടിൽ നമുക്ക് നോക്കാവേ. ചമ്മര നമ്മളിവിടെ വരെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മുക്കത്താറ്റിക്കൂടെ നടക്കുമല്ലോ. അവിടെ വെള്ളം കുറവുള്ളിടത്തൊരു വാഹ കയറി കിടക്കണ്ട കേട്ടോ, നോക്കാൻ കിട്ടും. അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ നേരെ വെള്ളം പിടിച്ച് അച്ചറം പൊച്ചറം അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വാഹ ഉണ്ടായിരുന്നു. വാഹയൊക്കെ കരക്കയറി വന്നു. പക്ഷെ നമ്മളെ ഫ്ലിപ്രോഗും ലൂറൊക്കെ ഇട്ട് അടിച്ചിട്ട് പോലും ഒരു സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. മീൻ ആ വീറ്റൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ അത്രയും കാസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാം. നല്ല വെയിലാട്ടോ, അതുകൊണ്ട് തിരിച്ചു പോകണേ. അപ്പോൾ നമ്മളപ്പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു 6 ഏറ് ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വായിക്കണമുണ്ട്. അപ്പോൾ അവിടെ മീൻ വല്ലതും കിട്ടിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. തുളി മീനുണ്ട്. ഇതിനകത്ത് മീനുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ മീനാണിത്? ജീവനുണ്ട്. വേറൊരു മീനെ കിട്ടിട്ടോ. ഇതെന്താ മീനെന്ന് അറിയത്തില്ല. നല്ല രീതിക്ക് പെട്ട്. നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ ചകള കൂടെ കയറി.
ഫിഷ് ഓൺ കരിങ്ങട. പറയേ കേസിനകത്ത് മീൻ അടിച്ചിട്ടുണ്ടേ, നോക്കാതെ. തൂളിയ തൂളിയില്ലേ പോണോ? ഈ ഒരു ഒറ്റ കുക്കലാണ് അമ്മരന്നും പറഞ്ഞു മറ്റേ വല ഒരെണ്ണം ഉണ്ടാക്കണമെന്ന്. അമ്മരന്ന് പറഞ്ഞു അങ്ങനെ മീസ് ഒത്തിരി മീസായി പോകുന്നു. തൂളിയായിരുന്നു. ചോ ടൈറ്റ് ആക്കല്ലേ? പൂവാലിപ്പരല്ലല്ലോ ഒരു പൂവാലിപ്പരലിനെ കിട്ടി. അയ്യോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് മീൻ അടിച്ചിട്ടോ, ഇന്നത്തെ ചൊട്ട മീനാന്ന് തോന്നുന്നു ഇട്ടോ. അത്തോണ്ടാ നോക്കി, ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ. എന്തോ ചെയ്യാറ് കളഞ്ഞാ കേട്ടണേ, എന്തോ ചെയ്യാനാ പറ. ഇങ്ങനെയുള്ള ചിന്ന സാധനത്തിനൊക്കെ നമുക്ക് കിട്ടുന്നു. എന്താ കിടക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്കൊരു മീൻ അടിച്ചു കേട്ടോ. കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ലേ? ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ കേട്ടോ. ഇതൊരു തൂളിയാണ് ഇന്ന് കിട്ടിയേക്കുന്നത് കേട്ടോ. മീൻ എടുക്കാം. ഒറ്റ പറഞ്ഞുള്ളൂ, മറ്റേത് എൻ്റെ നെറ്റ് എടുത്തണ, നെറ്റ് എടുക്കണ അല്ല കഴിക്കുമ്പോൾ പോവും. എടുത്തിട്ട് വരണോ? കെട്ടി മറ്റേ കെട്ടിട്ടാ മീൻ അടിച്ചേ. എവിടെ ഇറങ്ങാൻ പറ്റുവാണ്? ഉണ്ട് 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 ഉണ്ട്, നല്ല പിടി പിടിക്കുന്നുണ്ട്. അങ്ങ് അറ്റത്ത് കൊണ്ടുപോകണം. എന്നാ പാടാണോ? അങ്ങനെ ഒക്കെ എടുക്കല്ലേ? കമ്പോട്ടോ ഇങ്ങനെ പിടിക്കോ? ഇറങ്ങണോ? ഇല്ല, ഇവിടെ കിടപ്പുണ്ട്. ഇത് പറഞ്ഞ അപ്പുറത്തോട്ട് ഇറക്കണമെന്ന് വലിച്ചുകൊണ്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. നീ വേറെ ഇറങ്ങിക്കോ. പോയി പോയി പോയത് പോയി. മീനിപ്പോഴാണ് വന്നു തുടങ്ങി, ഇപ്പം സാധനം ഇല്ല. ശേ, അതാ പറഞ്ഞ മറ്റേ വല വേണമെന്ന് മനസ്സിലായോ? ഓരോടുത്താൽ മതി. കിട്ടുന്നുണ്ട്. കുരിഞ്ഞു നല്ലപോലെ.
പ്ലീസ് നല്ല കുപ്പായി. ചൂടക്കൂടെ എല്ലാം കയറി. ഇത് ഏറ്റൊരു തുണിയെ കെട്ടിട്ടോ നല്ല രീതിക്ക് ഹുക്ക് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. വന്നാ ഇതെടുക്ക് ഇപ്പം ഇതാണ് സാധനം. അടിക്കളി ഇവിടെ അടുത്ത അടിച്ചേ. വീണ്ടും അടുത്തത്. എൻ്റെ മോനെ ഒരു അടി ഉടങ്ങി എല്ലാത്തിലും. ഇപ്പോഴും അടി ഉടങ്ങി കണ്ടോ, അടിച്ചപ്പോൾ പറ അടിയാ. നോക്കിയൊക്കെ അടുത്തത് വിളി കണ്ണിക്കൂടെ വരെ കയറി. സാധനം തീർന്നത്. ഏട്ടാ കുറച്ച് മാവ് മേടിച്ച് നേരട്ടണേ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇനി ഇടുകയല്ല. ഉണ്ടോ ഒന്നോ ഇവിടില്ല. ഉക്കു ഞാൻ മറ്റേ ഗ്രിപ്പിലോട്ട് പോകണം. മറ്റേ നമുക്ക് ഏറ്റൊരു കട്ടള കയറി വന്നിട്ട് മിസ്സായിക്കോട്ടെ. അപ്പം നമ്മുടെ കയ്യിൽ തീറ്റയെല്ലാം തീർന്നു പോയി. പെട്ടെന്ന് തന്നെ പോയി കുറച്ച് തീറ്റ പിടിച്ചു എൻ്റെ പൊന്നു. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പെട്ടെന്ന് മീൻ അടിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പോയി നോക്കാം അതിൻ്റെ തീരുമെന്നുള്ളത്. അടിച്ചേ മീൻ അടിച്ചേട്ടോ. മീൻ അടിച്ച നീ വാ അങ്ങനെ വാ. മോനെ ഒറ്റ ഹൂക്കാട്ടണോ? ഒറ്റ ഹൂക്കേ ഉള്ളൂ ഇപ്പോൾ പോയനെ. എൻ്റെ മോനെ ഒരു സൈസ് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് എടുക്ക്. ചെറുതാണോ? എന്തായാലും ഗ്രിപ്പർ എടുത്തിട്ടുണ്ട്. ഒറ്റ ഊക്കിയുള്ളൂ. അടുത്തൊരു ഏറ്റൊരു തുള്ളി കേട്ടോ. നോക്കി നല്ല ചിമ്മുട്ടനൊരു തുള്ളി. മീനടിച്ചേ പണിയാവോ? അടുത്തൊരു തോളിയെ നമ്മളടുത്ത് സ്പൈഡർ ഇപ്പോൾ മീൻ അടിച്ചത് നമ്മൾ സെറ്റ് വേണം. പക്ഷെ അപ്പുറത്ത് വേറൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊന്ന് ക്ഷമയോടൊന്ന് നിൽക്കട്ടെ. അപ്പുറത്ത് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ വലിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് നേരം ഇവിടെ അവൻ വലിക്കട്ടെ. നല്ലൊരു ഫൈറ്റ് എടുത്താൽ മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്ക്
ഇതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നോക്കാം. എറിഞ്ഞ പണി കിട്ടും. ഏ ഏ അല്ല, ഇത് നല്ല അടിയുണ്ടെന്ന്. ഇതിൻ്റെ സ്ട്രൈക്ക് ഉണ്ട് കണ്ടോ, അടിയുണ്ട് കേട്ടോ. ഇതൊന്ന് വലിച്ച് വെയിറ്റ് ചെയ്യാം. മീൻ അടിച്ചേ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. അടാ ഒന്ന് ടൈറ്റാക്കി പിടിച്ച് ഇവിടെ പിടിച്ചേ ടൈറ്റാക്കണ. ഇപ്പോൾ അയ്യടാ സാറേ ഒറ്റ ഹുക്കലൊക്കെയാണ് ഇരിക്കുന്നത്. അടിച്ചത് പോയി. പറഞ്ഞിടത്തേക്ക് അടിക്കാൻ കൂടെ എല്ലാവരും അടിയുണ്ട് കേട്ടോ. കിടപ്പുണ്ടേ. ഓക്കെ ഇല്ലണ്ണ പോയി. ഉണ്ട്, മീനുണ്ട്, ചെറുതാ. കമ്പ് വെച്ച് കുത്തി വിട്ടാലാണോ? ഒടിഞ്ഞു വേണോ? ഒടിഞ്ഞല്ലേ, പക്ഷെ മീൻ പോയി. തീരെ പൊടിയാ. ഇതുണ്ട് ഹുക്ക്, സ്പ്രിങ് അങ്ങ് അടുത്തു. ചെറുതാ. അപ്പോൾ ചങ്ങ ഇപ്പം പിടിച്ച മീൻ ചെറുതായതുകൊണ്ട് രക്ഷപ്പെട്ടു. പോയത് മിസ്സായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടി സാധനം നല്ല രീതിക്ക് കുടുങ്ങി പോയിട്ടോ. ഇനി അവിടെ 3 കൂടെ ഉള്ളൂ. അവിടെ കഴിഞ്ഞ പരിപാടി ഇപ്പോൾ കഴിയും കേട്ടോ. അവരും കൂടെ മീൻ കടിച്ച് മാറുമായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയായിരുന്നു. പറഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ 2 ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അതിന് വല്ല അടി വല്ലതും വരുമോന്ന്. ഇത് ചെറിയ രീതിക്കൊരു വൈബ്രേഷൻ പോലെ ഉണ്ട് കേട്ടോ, നോക്കാം. ഒന്ന് 810. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്ക് അടിയായിട്ടുള്ള കുറച്ച് മീൻ അടിച്ചിട്ട് വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് കീടായിട്ടുള്ള കട്ടള മിസ്സായിപ്പോയി. അപ്പോൾ അവന്മാരെ പക്കാൻ വേണ്ടി നമ്മൾ അടിയായിട്ടുള്ളൊരു നെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. കോരി പിടിക്കാൻ നെറ്റില്ലാത്തതുകൊണ്ടാണ് മീനൊക്കെ മിസ്സായി പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത കീടായിട്ടുള്ളൊരു വിഷയം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കീടായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബൈ.